സൗരസ്വരന്മാരെ ക്രിസ്തുവിൽ സ്നേഹവന്ദനം. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് മീറ്റിങ്ങിനായിട്ട് കൂടുന്നത്. ആ, ഈ ഇന്ന് തൊട്ടുള്ള മുമ്പോട്ടുള്ള ദിവസങ്ങളിലെ മെസ്സേജസ് പ്രൈമറിലി കുവൈറ്റിലെ ഞാനായിരുന്ന CAK ചർച്ച് കുവൈറ്റിൻ്റെ അവരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അന്നേരം ഞാൻ ചില തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കണമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ അടിസ്ഥാനപരമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ മുമ്പോട്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒരു എഫക്റ്റീവായിട്ടൊരു ദൈവവചനം പ്രസംഗിക്കുകയും അത് കേൾക്കുന്ന ആൾക്കാർക്ക് റിസീവ് ചെയ്യുകയും വേണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ദൈവവചനം സംസാരിക്കുന്ന ആളുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന ഒരു ഭാരമാണ്, ഒരു ബർഡൻ. ആ ഒരു ബർഡൻ ഒരു വ്യക്തിയുടെ ഉള്ളിലില്ലാതെ നമുക്കൊരിക്കലും എഫക്റ്റീവായിട്ട് ദൈവവചനം നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാരുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യഹോവയുടെ ഭാരം അവരുടെ മേൽ വന്നു എന്ന് അവർ പറയുന്നത് കേൾക്കാനായിട്ട് സാധിക്കും. ചിലർ പറയുന്നുണ്ട് ദൈവത്തിന്റെ ആ ഒരു ബർഡൻ നിമിത്തം എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്. അന്നേരം ദൈവനെ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് നമുക്ക് ദൈവം ഒരു ചർച്ചിന്റെ റെസ്പോൺസിബിലിറ്റി, ദൈവനം പഠിപ്പിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മളുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ അടുത്ത് എപ്പോഴും ദൈവനം സംസാരിക്കാനായിട്ട് നമുക്കൊരു ഭാരം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ദൈവം തരുന്ന ഭാരമാണ് നമ്മൾ അൺബർഡൺ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ, കുവൈറ്റ് ചർച്ചുമായിട്ടുള്ള റിലേഷനിലായ ഒരു റെസ്പോൺസിബിൾ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മിക്കപ്പോഴും ആ ഒരു ഭാരമാണ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉള്ളൊരു ഭാരം, ഏത് സഭയാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ കണക്ട് ചെയ്യപ്പെടുന്ന വ്യക്തികൾ ഒരു ദൈവസഭ, ഒരു യഥാർത്ഥ ശരീരമായിട്ട് ബിൽഡ് ചെയ്യപ്പെടണമെന്നുള്ളതാണ്. പലർക്കും പല ഭാരമായിരിക്കും. എന്തായാലും ഒരു വ്യക്തിക്കൊരു റിയലായിട്ടുള്ള ഭാരമുണ്ടെങ്കിൽ മാത്രമേ ദൈവവചനം സംസാരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുടെ ഒരു നീഡാണ്, ഒരു ആവശ്യബോധം. അന്നേരം ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർന്ന് വരുമ്പോഴാണ് പ്രസംഗിക്കപ്പെടുന്ന ദൈവവചനം ഒരു എഫക്റ്റീവായിട്ട് ഒരു ബിൽഡിംഗ് ആയിട്ട് തീരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അപ്പായിട്ട് തീരത്തുള്ളൂ. അന്നേരം നമുക്കൊരു സഭയുടെ റെസ്പോൺസിബിലിറ്റി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഈ വരുന്ന ആൾക്കാർക്ക് നീഡ് ഉണ്ടെങ്കിലും നീഡ് ഇല്ലെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ദൈവത്തിന്റെ ഭാരം കൺവേ ചെയ്തേ ഒക്കത്തുള്ളൂ. കാരണം ദൈവം നമ്മളുടെ കയ്യിൽ ആ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതേസമയം നമുക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ, നമുക്കൊരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ, പിന്നീട് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവം സംസാരിക്കണമെങ്കിൽ ഒരു നീഡ് ആൾക്കാരുടെ ഉള്ളിലുണ്ടായിരിക്കണം. ആ ഒരു നീഡ് ആൾക്കാരിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ദൈവം സംസാരിക്കാനായിട്ട് തയ്യാറാവും. പക്ഷേ ഈ നീഡും ഭാരവും, ഞാൻ പറഞ്ഞു, ഭാരം എന്നുള്ളത് ദൈവം നമ്മളുടെ കയ്യിൽ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചർച്ചിൽ റെസ്പോൺസിബിലിറ്റി ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീഡില്ലെങ്കിൽ നമ്മൾ ഭാരത്തിൽ സംസാരിച്ചേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു നീഡുള്ളിടത്തേ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ നീഡും ഭാരവും, ബർഡനും നീഡും ഇല്ലെങ്കിൽ ദൈവനെ സംസാരിക്കുന്ന ഒരിക്കലും എഫക്റ്റീവ് ആയിരിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി തീർക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. കേൾക്കുന്ന വ്യക്തികളും ഒരു റെസ്പോൺസിബിലിറ്റി തീർക്കുന്നത് പോലെ വന്നിരുന്ന് കേൾക്കുകയും ചെയ്യും. അല്ല, ഒരു മീറ്റിംഗ് എനിക്ക് സംസാരിക്കണമല്ലോ എന്ന് എഴുതിയിട്ട് ഞാനൊരു സബ്ജക്റ്റ് ഉണ്ടാക്കുന്നു, അത് ഞാൻ സംസാരിക്കുന്നു. കേൾക്കുന്ന ആൾക്കാരും ഒരു മീറ്റിങ്ങിന് വരണമല്ലോ എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയുടെ പേരിൽ വരികയും കേൾക്കുകയും ചെയ്യുന്നു. അത് ഒരു പരിധിയിൽ കൂടുതൽ വലിയ എഫക്റ്റീവ് ഉണ്ടാവത്തില്ല. പിന്നെ ദൈവവചനം ആയതുകൊണ്ട് ദൈവവചനത്തിൻ്റെതായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ടെങ്കിലും ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഏറ്റവും സാഡായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ദൈവദാസന്മാരെന്ന് പറയുന്ന വ്യക്തികളും അവരെ തന്നെ വിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തെയും ദൈവവചനത്തെയും അവരെയും തന്നെ വിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീടുമില്ല, ഒരു ഭാരവുമില്ല, എങ്കിൽ പോലും പലയിടത്തും ചെന്നിട്ട് പറയാണ്, ഞാൻ ഒരു പ്രാസംഗികനാണ്, എനിക്കൊരു ചാൻസ് തരണം, ഇല്ലെങ്കിൽ എനിക്കൊരു പ്രോഗ്രാം തരണം. ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലാണ് ഇത് കൂടുതലും കണ്ടിട്ടുള്ളത്. ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ, ചർച്ചുമായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നപ്പോൾ, പലപ്പോഴും പല ആൾക്കാരും ഇടയ്ക്ക് വിളിക്കും, വന്നിട്ട് പറയും, എനിക്ക് ബ്രദറിൻ്റെ നമ്പർ ഇന്ന ആൾ തന്നിട്ട് വന്നാണ്. ഞാൻ ചോദിക്കും, എന്താണ് കാര്യം? ഞാനൊരു ദേവദാസനാണ്, എനിക്ക് നിങ്ങളുടെ ചർച്ചിൽ ഒരു പ്രോഗ്രാം തരുമോ? എനിക്ക് റിയലി സർപ്രൈസ് ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്രോഗ്രാം പോലാണ് പലരും ദൈവവചനത്തെ ശുശ്രൂഷയെ കാണുന്നത്. ഒരു പ്രോഗ്രാം കിട്ടുന്ന രീതിയിൽ അങ്ങനെ. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വ്യക്തി
ഗൾഫിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ്, ഞാൻ കുവൈറ്റിൽ ഇല്ലെങ്കിൽ ഇവിടെ ഇന്ന് മിഡിൽ ഈസ്റ്റ് ഇത്ര നാളുണ്ട്, എൻ്റെ ഫോൺ നമ്പർ ഇതാണ്, ആർക്കെങ്കിലും ഒക്കെ വല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്നെ വിളിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതാണ്, എന്നെ വിളിച്ചാൽ എനിക്കൊരു ചാൻസ് വന്നാൽ ഞാൻ വന്ന് പ്രസംഗിക്കാമെന്ന്. അത് ശരിക്കും ദൈവനാമത്തിന് ഏറ്റവും ദോഷമുണ്ടാക്കുന്നതാണ്. നമുക്കത് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നിങ്ങളും ചിന്തിച്ചു നോക്കുക, പഴയ നിയമത്തിലെ പ്രവാചകന്മാരാരെങ്കിലും, യെരമ്യാവോ എസക്കിയേലോ യെശയ്യാവോ ഒക്കെ ഇങ്ങനെ പറയാണ്, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, എൻ്റെ ഫോൺ നമ്പർ ഇതാണ്, എനിക്കൊരു പ്രോഗ്രാം തന്നാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പ്രസംഗിക്കാം എന്നാരെങ്കിലും അങ്ങനെ അവർ പറയുന്നത് ചിന്തിക്കാൻ ഒക്കും. ഇല്ലെങ്കിൽ ദേവദാസന്മാർ പോട്ടെ, ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള ആൾക്കാർ പോലും അങ്ങനെ ചെയ്യത്തില്ല. അവർ പോലും അവരെ വിളിക്കുന്നിടത്തേ പോകത്തുള്ളൂ. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് അവകാശപ്പെടുന്ന, ദൈവവനം ശുശ്രൂഷിക്കുന്നവർ അവകാശപ്പെടുന്നവർ പറയാണ്, എനിക്കൊരു പ്രോഗ്രാം തരണം, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കണം എന്ന് പറയാണ്. ഇത് ക്രിസ്തീയ ലോകത്തിലെ ദൈവനാമത്തിന് ഏറ്റവും ദൂഷ്യം വരുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ദൈവവനം സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു മാത്രമേ ഉള്ളൂ. കഴിഞ്ഞിടയ്ക്ക് എന്നെ UK ഒരു ദൈവദാസൻ എന്നെ വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ US വന്നു. അന്നേരം അദ്ദേഹം എൻ്റെ കൂടെ ഒരു 2 ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു യഥാർത്ഥത്തിലുള്ള ദൈവദാസനാണ്. അന്നേരം ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ പരിചയമുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ ഫോൺ വിളിച്ചിരുന്നോ, വന്ന കാര്യം അറിയിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അന്നേരം ഇദ്ദേഹം പറയാണ്, ഞാൻ അവരെ ആരും വിളിച്ചില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ട് എനിക്കൊരു പ്രോഗ്രാം തരണമെന്ന് പറയാനായിട്ടാണ് വിളിക്കുന്നതെന്ന് ഇവർ ചിന്തിച്ചിട്ട് ഇവർ ഫോൺ പോലും എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഇദ്ദേഹം പറയാണ്, ഇങ്ങനെ ചില ആൾക്കാരുള്ളത് കൊണ്ട് ഒരു ദൈവദാസന് ഒരാളെ വിളിക്കാൻ പോലും ഒക്കത്തില്ല. കാരണം വിളിക്കുമ്പോൾ മറ്റവർ വിചാരിക്കുന്നത് ഇദ്ദേഹം UK നിന്ന് ഇവിടെ വന്നിരിക്കുന്നത് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുന്നത്. ഞാൻ അന്നേരം പറഞ്ഞത്, ഇങ്ങനെയല്ല ദൈവവനം സംസാരിക്കേണ്ടത്. ദൈവവനം സംസാരിക്കുന്നത് എപ്പോഴും ഒരു നീഡുള്ള ഗ്രൂപ്പിൻ്റെ അടുത്താണ് സംസാരിക്കേണ്ടത്, ഒരു ഭാരത്തോടാണ് സംസാരിക്കേണ്ടത്. അങ്ങനെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എപ്പോഴും ദൈവദാസന്മാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാനം, അല്ലെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എമ്മോസിലേക്ക് പോകുമ്പോൾ ചില ശിഷ്യന്മാരോട് സംസാരിക്കുന്ന കാണാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം കർത്താവ് അവരെ വിട്ട് മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു എന്നാണ് പറയുന്നിരിക്കുന്നത്. അന്നേരം അങ്ങനെ ചെയ്യുമ്പോൾ അവർ നിർബന്ധിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ താമസിക്കണം, ഞങ്ങളുടെ കൂടെ സംസാരിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോഴാണ് കർത്താവ് അവരോട് പോകുന്നത്. കാരണം കർത്താവ് അവരെ ടെസ്റ്റ് ചെയ്യായിരുന്നു. ഈസ് ദർ എനി നീഡ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് അവർക്കൊരു റിയലായിട്ട് ആഗ്രഹമുണ്ടോ, അതോ ഇവരൊരു റെസ്പോൺസിബിലിറ്റി തീർക്കാനായിട്ട് വന്നിരിക്കുകയാണോ എന്നുള്ളത്. അന്നേരം ഞാൻ പറഞ്ഞത്, എപ്പോഴും ആ ഒരു റെസ്പോൺസിബിലിറ്റി, ജസ്റ്റ് റെസ്പോൺസിബിലിറ്റി തീർക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്ന ഭാരം കൺവേ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതേപോലെ റിയലായിട്ടുള്ളൊരു നീഡി ആയിട്ടുള്ള ആൾക്കാർ, അതിപ്പം നമ്മൾ ഒരു വലിയൊരു ക്രൗഡിനോട് സംസാരിച്ചില്ലെങ്കിലും വളരെ കുറച്ച് പേരാണെങ്കിലും യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ ദൈവവചനം കേൾക്കാനായിട്ട് ആഗ്രഹത്തോട് വരുന്നവരാണെങ്കിൽ അവിടെ സംസാരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവവചനം അതിൻ്റെ റിയൽ എഫക്റ്റ് ഉണ്ടാക്കുന്നത്. കർത്താവ് പറഞ്ഞല്ലോ, വിതയ്ക്കുന്ന കാര്യം പറയുമ്പോൾ ചിലർ നല്ല ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു ക്ഷമയോടെ ഫലം കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നവരും ആ ഒരു ഹാർട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പോട്ടുള്ള ദൈവവചന ശുശ്രൂഷയിലും ദൈവവചനം സംസാരിക്കുമ്പോഴും ഒക്കെ ആ ഒരു ഹൃദയത്തോടുകൂടി നിങ്ങൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് മീറ്റിങ്ങിന് വരികയാണെങ്കിൽ കൂടുതൽ നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡർ മെസ്സേജ് കേട്ടായിരിക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പക്ഷേ ഒരു ആവശ്യബോധത്തോടുകൂടി ആയിരിക്കണം നിങ്ങളെപ്പോഴും. ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല, എവിടെയാണെങ്കിലും ആരുടെ ദൈവവചനം യഥാർത്ഥത്തിൽ ദൈവവചനം സംസാരിക്കുന്നിടത്താണെങ്കിൽ നിങ്ങളുടെ ആവശ്യബോധത്തോടുകൂടി ആയിരിക്കണം ചെല്ലുന്നത്. അപ്പോൾ മാത്രമേ ദൈവത്തിന് നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഇടപെടാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ മുമ്പോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞതുപോലെ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ വളരെ ബേസിക്കായിട്ടുള്ള ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രദറിനെ സംസാരിച്ചു, ബ്രദർ പറഞ്ഞിരുന്നു ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം കൂടുതൽ ആൾക്കാർ, ഓൾമോസ്റ്റ് 50% ആൾക്കാരിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവവചനം ശുശ്രൂഷിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് അവിടെ ചർച്ചിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് തൊട്ട് തുടങ്ങാനായിട്ടാണ് സഹോദരൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. അന്നേരം ഇത് കേൾക്കുന്ന മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും റിപ്പീറ്റേഷനായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം, നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ റിപ്പീറ്റേഷൻ തന്നെയാണ് ആദ്യത്തെ പല ക്ലാസ്സുകളിലും പറയുന്നത്. പിന്നീട് മുമ്പോട്ട് കൂടുതലായിട്ട് ദൈവവചനത്തിലുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാം. അന്നേരം വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് മുമ്പോട്ട് പല കാര്യങ്ങളും ദൈവവചനത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, നമ്മൾ പുതിയൊരു കാര്യം കേൾക്കുന്നതിനേക്കാൾ ദൈവവചനത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഉറയ്ക്കുക എന്നുള്ളത് ഒരു വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അടിസ്ഥാനം പിന്നെയും ഇടാതെ മുമ്പോട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒരു അടിസ്ഥാനം ഉറച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് ബിൽഡ് ചെയ്യാനായിട്ടൊക്കെയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത്. ഞാനിത് ചില കാര്യങ്ങൾ ഒരു ചോദ്യം പോലെ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുമാണ്. അത് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാവുന്നവർക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാം.
ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗത്തിൻ്റെയും ബാക്കി എല്ലാ മാർഗങ്ങളുടെയും മതങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? പെട്ടെന്ന് ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം. എന്താണ് നമ്മുടെ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, സാഹൃദർ എനിക്കൊന്ന് അഡ്മ്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞു. സ്നേഹം. ഓക്കെ, സ്നേഹം. ഓക്കെ, സ്നേഹം, പരിശുദ്ധാത്മാവ്. 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 ഓക്കെ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ഓക്കെ, എനിവേ പല പല ആൻസേഴ്സ് ചിലപ്പോൾ ലഭിച്ചേക്കാം. അതെല്ലാം ഒരു പരിധി വരെ ശരിയാണ്. എങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും വ്യത്യാസപരമായിട്ട് ക്രിസ്തീയ മാർഗവും ബാക്കിയുള്ള മാർഗങ്ങളും സ്നേഹം പഠിപ്പിക്കുന്ന, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ നിന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അന്നേരം അതൊക്കെ പലയിടത്തും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു യൂണീക്നെസ് ആണ്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ക്രിസ്തീയ വിശ്വാസവും ബാക്കിയുള്ള വിശ്വാസങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മളുടെ പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഫെയ്ത്ത് എന്നുള്ള കാര്യമാണ്, വിശ്വാസം എന്നുള്ളത് തന്നെയാണ്. കാരണം ബാക്കിയുള്ള എല്ലാ മതങ്ങളും അവർ പഠിപ്പിക്കുന്നത് അവരുടെ പ്രവൃത്തികളിൽ കൂടി സാൽവേഷനാണ്, അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ടുള്ള സാൽവേഷൻ. അത് ഏത് മതമാണെങ്കിലും, അത് ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ബുദ്ധിസം ആണെങ്കിലും ഏത് മതമാണെങ്കിലും വിശ്വാസത്തിൽ കൂടി മാത്രം. ചില മതങ്ങൾ വിശ്വാസവും പ്രവൃത്തിയും ചേർത്ത് പഠിപ്പിക്കുന്നുണ്ട്, ചില മതങ്ങൾ പ്രവൃത്തികൾ കൂടി മാത്രമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി മാത്രമാണ് ഒൺലി ത്രൂ ഫെയ്ത്ത്, സാൽവേഷൻ ത്രൂ ഫെയ്ത്ത് എലോൺ എന്നുള്ളത് പഠിപ്പിക്കുന്നത്. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാം. ഞാൻ പറയാൻ വന്നത് അത് മാത്രമല്ല, മിക്ക ക്രിസ്ത്യാനികൾക്കും അതറിയാം. ക്രിസ്തീയ മാർഗം എന്ന് പറഞ്ഞത് വിശ്വാസമാർഗമാണ്, വിശ്വാസത്തിൽ കൂടിയുള്ള നീതീകരണമാണ് ദൈവനും പഠിപ്പിക്കുന്നതെന്ന് അറിയാം. അല്ലാതെ വിശ്വാസവും പ്രവൃത്തികളും കൂടി മിക്സ് ചെയ്തിട്ടല്ല സാൽവേഷൻ എന്നുള്ളത് മിക്കവർക്കും അറിയാം. അങ്ങനെ മിക്സ് ചെയ്ത് പഠിപ്പിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളും പഠിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. എങ്കിലും മേജറായിട്ടുള്ള എല്ലാവർക്കും അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. സാൽവേഷൻ എന്നുള്ളത് ബൈ ഫെയ്ത്ത് ആണ്. പലരും ചിന്തിക്കുന്നത് സാൽവേഷൻ കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ ജീവിതം, സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത് ഫെയ്ത്ത് പ്ലസ് ഹ്യൂമൻ എഫേർട്സ്, നമ്മുടെ പ്രവർത്തികൾ കൂടി ചേർന്നിട്ടാണ് സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ളത് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് സാൽവേഷനും സാങ്ക്ടിഫിക്കേഷനും ബൈ ഫെയ്ത്ത് തന്നെയാണെന്നുള്ളതാണ്. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദീകരണം ആ ഫെയ്ത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. പക്ഷേ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് നീതീകരണവും വിശുദ്ധീകരണവും ക്രിസ്ത്യ ജീവിതത്തിന്റെ തുടക്കവും തുടർച്ചയും അവസാനം വരെയും അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. റോമാലേഖനത്തിന്റെ 1:17 അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് അത് ആദ്യം മുതൽ വിശ്വാസത്തിൽ കൂടി വിശ്വാസത്തിൽ വരെയും മുമ്പോട്ട് പോകുന്നതാണ്. തുടർച്ചയായിട്ട് അത് വിശ്വാസം തന്നെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. അതൊന്ന് കർത്താവിലുള്ള ഒരു ആക്ട് ഓഫ് ഫെയ്ത്തും മറ്റേതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസുമാണ്. അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. ഇത് കൂടുതൽ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഗലാത്യ ലേഖനം എന്നുള്ളത്. ഇത് ഗലാത്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ കോൺഫ്ലിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ലോ ആൻഡ് ഫെയ്ത്ത്, വിശ്വാസവും ന്യായപ്രമാണവും. ന്യായപ്രമാണത്തിലുള്ള നീതീകരണവും വിശ്വാസത്തിലുള്ള നീതീകരണവും, ഇത് രണ്ടും കൂടെ ഉണ്ട്. ലോ റെപ്രസെന്റ് ചെയ്യുന്ന എപ്പോഴും പ്രവൃത്തികളെയാണ്, വിശ്വാസം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഡിപ്പെൻഡൻസിനെയാണ്. അതായത് ഞാൻ അടുത്തൊരു ചോദ്യം നിങ്ങളുടെ അടുത്ത്, ഇത് മുമ്പോട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാനിത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതായതുകൊണ്ട് ചിലപ്പോൾ കേട്ടിട്ടുള്ളവർക്ക് ആൻസർ പറയാനായിട്ട് പെട്ടെന്ന് വഴിയായിരിക്കും. ഇപ്പോൾ വിശ്വാസത്തിൽ കൂടിയാണ് നിത്യജീവൻ എന്നുള്ളതാണ് ദൈവവചനത്തിൽ തുടർച്ചയായിട്ട് പഠിപ്പിക്കുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ വായിക്കുമ്പോൾ തുടർച്ചയായിട്ട് യേശുക്രിസ്തു പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് അവസാനം യോഹന്നാൻ കൺക്ലൂഡ് ചെയ്യുന്നതാണ്, ഇതെല്ലാം എഴുതിയത് ദൈവപുത്രന്റെ നാമത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാനും വിശ്വസിച്ച് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാനുമായിട്ടാണ് ഇത് എഴുതിയതെന്ന് പറയുന്നത്. അന്നേരം നിത്യജീവൻ ലഭിക്കുന്നത് വിശ്വാസത്തിൽ കൂടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം, യേശുക്രിസ്തുവിന്റെ അടുത്ത് നിത്യജീവൻ ലഭിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വന്നിട്ടുള്ള എത്ര വ്യക്തികളുണ്ട് അറിയാമോ? ഞാൻ ചോദിച്ചത് യേശുക്രിസ്തു പറഞ്ഞല്ല, യേശുക്രിസ്തുவோട് ഇങ്ങോട്ട് ചോദിച്ചാൽ എത്ര പേരുണ്ട്? പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. 2 പേര്. 2 പേരാണ് ചോദിച്ചിട്ടുള്ളത്. അന്നേരം ഞാൻ അടുത്തൊരു ചോദ്യം, 2 പേരെടുത്തും യേശുക്രിസ്തുവിന്റെ മറുപടി എന്തായിരുന്നു? നിത്യജീവൻ ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്? കൽപ്പന പാലിക്കാനാണ് പറഞ്ഞത്. എക്സാക്ട്ലി. 2 പേരെടുത്തും പറഞ്ഞത് യേശുക്രിസ്തുവിന് പറയാമായിരുന്നു,
എന്നിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്ന് യേശു ക്രിസ്തുവിന് വ്യക്തമായിട്ട് പറയായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചോദിച്ച രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് പോയി റെഫർ ചെയ്യാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10:25 ലൂക്കോസിൻ്റെ സുവിശേഷം 18:18 ഈ രണ്ടുപേർ. വേറെ ഇടത്തും പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ഒരു ധനികനായിട്ടുള്ള പ്രമാണി വരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ഒരു ന്യായശാസ്ത്രി ചോദിക്കുന്നു. രണ്ടുപേരും ചോദിക്കുന്നത്, ഗുരു, നിത്യജീവനെ ലഭിക്കാൻ, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. അന്നേരം ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ധനികനായിട്ടുള്ള പ്രമാണിയുടെ യേശുക്രിസ്തുവിനാണ് കൽപ്പനകളെ പ്രമാണിക്കുക. എന്താണെന്ന് ചോദിക്കുമ്പോൾ കൽപ്പനകൾ ലിസ്റ്റ് ചെയ്ത് തന്നെ പറയുന്നു. ഓക്കെ, പിന്നെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ന്യായശാസ്ത്രിയെടുത്തും പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നീ കാണുന്നു, എന്താണത് പറയുന്നത് നീ തന്നെ വായിച്ചു നോക്കാൻ പറയാണ്. അന്നേരം അദ്ദേഹം ആ ന്യായപ്രമാണത്തിന്റെ കൺക്ലൂഷൻ പറയുമ്പോൾ പറയാണ്, യേശുക്രിസ്തു പറയാണ്, ഇത് ചെയ്യുക എന്നാൽ നീ ജീവിക്കുമെന്ന് പറയാണ്. അന്നേരം ഇവരുടെ രണ്ടുപേരിടത്തും യേശു ക്രിസ്തു എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് പറഞ്ഞില്ല. അതിന് പകരം കൽപ്പനകൾ പാലിക്കുക, കൽപ്പനകൾ പ്രാപിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത ചോദ്യം, ഇതൊരു ശരിയായിട്ടുള്ള ഉപദേശമാണോ? കൽപ്പനകൾ പ്രാപിച്ചാൽ നിത്യജീവൻ ലഭിക്കും എന്നുള്ളത് ബിബ്ലിക്കൽ ഡോക്ട്രിനാണോ? അതെ, ആണോ? ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർക്ക് അത് കറക്റ്റ് ആണ്. ഞാൻ ചോദിച്ചത് ബിബ്ലിക്കൽ ഡോക്ടറാണോ, ബൈബിൾ പഠിപ്പിക്കുന്ന ഡോക്ടറാണോ എന്നുള്ളത് ചോദിച്ചത്. എവിടെയാണ്, ആർക്ക് ആപ്ലിക്കബിൾ ആണെന്നുള്ളതല്ല. കൽപ്പനകൾ പ്രാപിച്ചാൽ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ളത് അതെ ആണ്, അതാണ് ആൻസർ. അന്നേരം അപ്പോൾ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്ന ബിബ്ലിക്കലായിട്ടുള്ള എത്ര വഴികളുണ്ട് ബൈബിളിൽ? രണ്ട് വഴികളുണ്ട് അല്ലേ? ഒന്ന്, യേശുക്രിസ്തു തന്നെ പറഞ്ഞു ഒരിക്കൽ ന്യായപ്രമാണം പാലിക്കുന്നതിൽ കൂടി നിത്യജീവൻ പ്രാപിക്കാം. രണ്ട്, എന്താണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടി. രണ്ട് മാർഗങ്ങൾ ദൈവനും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ മുമ്പോട്ട് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് രണ്ടും ദൈവനും പഠിപ്പിക്കുന്ന, ഇല്ലെങ്കിൽ തിരുവഴുത്തിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇത് റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും പൗലോസ് ആവർത്തിക്കുന്നുണ്ട്. ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുള്ളതാണ്. അന്നേരം രണ്ട് പ്രിൻസിപ്പിൾ ബൈബിളിൽ തന്നെ കാണാനായിട്ട് കഴിയും. ഒന്ന്, ലോ വഴി നിത്യജീവൻ പ്രാപിക്കുക. രണ്ട്, വിശ്വസിക്കുന്നതിലൂടെ നിത്യജീവൻ. ഇത് രണ്ടും ബൈബിളിൽ പഠിപ്പിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ തെറ്റാണോ ശരിയാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. ഇത് ചിലപ്പോൾ വേറെ ആരും പറഞ്ഞ് കേൾക്കുന്നില്ലായിരിക്കാം. പക്ഷെ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അവിടെയാണ് ഈ പ്രാധാന്യം ഇരിക്കുന്നത്. ഒന്ന്, ഒരിക്കലും സാധിക്കാത്തൊരു മാർഗവും, രണ്ടാമത്തേത് അത് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു മാർഗമാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാല് തളർന്ന ഒരു വ്യക്തിയെടുത്ത് ഒരു വലിയൊരു ഹർഡിൽ വെച്ചിട്ട്, ഒരു ബാരിയർ വെച്ചിട്ട് പറയാണ്, ഇത് ചാടിക്കടന്നാൽ നിനക്ക് ഇന്ന പ്രൈസ് തരാമെന്ന് പറയാണ്. അത് തീർച്ചയായിട്ടും അത് ചാടിക്കടന്നാൽ അത് ലഭിക്കുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ചാടാനായിട്ടുള്ള കഴിവില്ല, ഇദ്ദേഹത്തിന്റെ കാല് തളർന്നിരിക്കുന്നതാണ്. ആ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കാം. അന്നേരം ഒന്ന്, ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഇൻകേപ്പബിലിറ്റി അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കിയിട്ട് ഒരുവൻ കർത്താവിലേക്ക് തിരികുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കാം. ഓക്കെ, അന്നേരം എൻ്റെ അടുത്തൊരു ചോദ്യം, ഈ വിശ്വാസത്താലുള്ള നീതീകരണം, ഇല്ലെങ്കിൽ വിശ്വാസത്തിൽ ന്യായപ്രമാണത്താലുള്ള നീതീകരണം, അതേപോലെ തന്നെ വിശ്വാസത്താലുള്ള നീതീകരണം, ഇതിൽ ഏതാണ് ദൈവവചനം, തിരുവെഴുത്ത് ആദ്യം മനുഷ്യന് പ്രോമിസ് ചെയ്തത്, കൊടുത്തത്? ആദ്യം ന്യായപ്രമാണം എന്നുള്ളത് കൊടുത്തിട്ട് പിന്നീട് വിശ്വാസമാർഗം കൊടുക്കുകയാണോ, അതോ ആദ്യം വിശ്വാസമാർഗം പറഞ്ഞിട്ട് പിന്നീട് ന്യായപ്രമാണം കൊടുക്കുകയാണോ ചെയ്തത്? വിശ്വാസമാണ് ആദ്യം കൊടുത്തത്. ആണോ? വിശ്വാസമാർഗമാണോ ആദ്യം പഠിപ്പിച്ചത്? എന്നാൽ അതാണെങ്കിൽ അതിന്റെ വാക്യം ഏതാണെന്ന് പറയാമോ? ഏതെങ്കിലും വാക്യത്തിൽ കൂടി സ്പെസിഫിക്കലി അത് പറയുന്നുണ്ടോ? പെട്ടെന്ന്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അവനെ നീതീകരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞത് വിശ്വാസമുള്ള നീതീകരണം ആണ് ദൈവം ആദ്യം വാഗ്ദത്തം ചെയ്തെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള വാക്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ബ്രദർ പറഞ്ഞത് ശരിയാണ്. അത് അങ്ങനെ പറഞ്ഞു. ജെനസിസ് 3:16 ഏതാണ്? എന്താണ്? സ്ത്രീയുടെ സന്തതി. ഓക്കെ, അതൊരു പ്രോമിസ് ആണ്. പക്ഷെ ഇത് ബൈബിളിൽ തന്നെ പറയുന്നു. ഓക്കെ, ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. എന്നാൽ, ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഗലാത്യ ലേഖനം 3:8 പറയാണ്, എന്നാൽ ദൈവം
വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുന്നമേ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുന്നുകൂട്ടി അറിയിച്ചു. അന്നേരം അതിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഇങ്ങനെ, ദ സ്ക്രിപ്ചർ ഫോർ സീയിങ്, മുമ്പോട്ട് കാണുകയാണ് ദൈവം, ഗോഡ് വുഡ് ജസ്റ്റിഫൈ ദ ജെന്റൈൽസ് ബൈ ഫെയ്ത്ത്. അന്നേരം തിരുവെഴുത്ത് മുന്നമേ കണ്ടു ദൈവം ജാതികളെ വിശ്വാസത്താൽ, ജാതികളെയാണ്, യഹൂദന്മാരെ നീതീകരിക്കുന്ന കാര്യമല്ല, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ യഹൂദ ജനത്തിന്റെ കാര്യമല്ല, ജാതികൾ ദൈവത്തിന്റെ ഉള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളത് ദൈവം തിരുവെഴുത്ത് മുന്നമേ കണ്ടിട്ട് സുവിശേഷം, ഗോസ്പൽ, അന്നേരം ഗോസ്പൽ പുതിയ നിയമത്തിലെ സന്ദേശമല്ല, ഗോസ്പൽ അബ്രഹാമിന്റെ അടുത്ത് പറയാണ്, ഫോർ സീയിങ് ഗോഡ്, scripture foreseeing God would justify the Gentiles by faith, preach the gospel beforehand to Abraham, saying, all the nations will be blessed in you. അല്ലെങ്കിൽ മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ സകല ജാതികളും നിന്നിൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം മുന്നോടി അറിയിച്ചു. അത് കുറച്ചുകൂടി സ്പെസിഫിക്കേക്ക് വരുമ്പോൾ, താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, നിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സന്തതിയിൽ കൂടി, ആ സന്തതി യേശു ക്രിസ്തുവാണ്, ആ സന്തതിയിൽ കൂടിയാണ് സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് പറയാണ്. ഇനി എങ്ങനെയാണ് ആ അനുഗ്രഹം എന്നുള്ളത് താഴേക്ക് വരുമ്പോൾ പറയാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശു എന്ന ആ വാഗ്ദത്ത സന്തതിയിൽ കൂടി, ക്രിസ്തുവേശുവിൽ കൂടി ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ. അന്നേരം അവിടെ പറയാണ്, സുവിശേഷം എന്നുള്ളത് ജാതികൾ വിശ്വാസത്താൽ നീതീകരിക്കുന്നതാണ്. യഹൂദന്മാർ മാത്രമല്ല, യഹൂദന്മാരും ജാതികളും എല്ലാവരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും എന്നുള്ളതാണ് സുവിശേഷം. ആ നീതീകരണം വരുന്നത് യേശുക്രിസ്തു എന്ന ആ സന്തതിയിൽ കൂടിയാണ്. ആ നീതീകരണം വരുന്നത് വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിൽ കൂടിയാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഗോസ്പലായിട്ട് തന്നെ അബ്രഹാമിൻ്റെ അടുത്ത് ദൈവം നേരത്തെ തന്നെ പ്രീച്ച് ചെയ്തു. അന്നേരം ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് എല്ലാ കാലവും ഉള്ള പ്ലാൻ, മനുഷ്യനുമായിട്ടുള്ള ദൈവത്തിൻ്റെ ബന്ധം ഏതെങ്കിലും വെച്ചിട്ട് വിച്ഛേദിക്കപ്പെട്ടു. ആ ബന്ധം തിരിച്ച് റെസ്റ്റോർ ചെയ്യുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിൽ കൂടിയല്ല, മറിച്ച് വിശ്വാസത്തിൽ കൂടി ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് മനുഷ്യൻ ആ തിരിച്ച് റെസ്റ്റോർഡ് ആവണം എന്നുള്ളതാണ് ദൈവത്തിന്റെ എല്ലാ കാലത്തെയും പദ്ധതി. ഞാനിത് എടുത്തു പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ചിലർ പഠിപ്പിക്കാറുണ്ട്, ദൈവം ആദ്യം ന്യായപ്രമാണം കൊടുത്തിട്ട് ആ പ്ലാൻ എ ഫെയിൽ ആയെന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ആ ന്യായപ്രമാണം സാധിക്കത്തില്ല, എന്നാൽ പിന്നെ അടുത്ത മാർഗമായിട്ട് വിശ്വാസമാർക്ക് കൊടുത്തു. അങ്ങനെയല്ല, തിരിച്ചാണ്. ആദ്യം തന്നെ ദൈവം വാഗ്ദത്തം ചെയ്തത് വിശ്വാസത്തിൽ കൂടി ദൈവം മനുഷ്യനെ ദൈവത്തിലേക്ക് റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്, ജാതികളെയും യഹൂദന്മാരെയും റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ദൈവം ആദ്യമേ കൊടുത്തത്. ഇത് പറയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ളൊരു ചോദ്യം വരുന്നത്, വൈ ദെൻ ദ ലോ? അത് ഗലാത്യ ലേഖനത്തിൽ തന്നെ പൗലോസ് തന്നെ ഒരു ചോദ്യമായിട്ട്, പൗലോസ് പലപ്പോഴും ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ട് അതിന്റെ ആൻസർ പറയുന്നത്, കാരണം അത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് അതിന്റെ തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ പറയാണ്, ദൈവം അബ്രഹാമിന് ഈ വാഗ്ദത്തം കൊടുത്തതിന് ശേഷം 430 ആണ്ടിന് ശേഷമാണ് ന്യായപ്രമാണം കൊടുത്തത്, അല്ലെ? എന്നിട്ട് ഈ വാഗ്ദത്തം, ദൈവത്തിന്റെ ഉദ്ദേശം മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം ദൈവത്തിന്റെ ഉദ്ദേശം വിശ്വാസത്തിൽ കൂടി, തൻ്റെ പുത്രനിലുള്ള വിശ്വാസത്തിൽ കൂടി മനുഷ്യനെ ആ റിലേഷനിലേക്ക് റെസ്റ്റോർ ചെയ്യാനായിട്ടാണ് ദൈവത്തിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെന്തിനാണ് ഒരു ന്യായപ്രമാണം കൊടുക്കേണ്ട കാര്യം? അതൊരു ലോജിക്കലായിട്ടുള്ള ചോദ്യമാണ്. തിരിച്ചാണെങ്കിൽ ആ ലോജിക്കൽ ചോദ്യത്തിനകത്തല്ല, ദൈവം ആദ്യം ഒരു പ്ലാൻ ട്രൈ ചെയ്തു, അത് ഫെയിൽ ആയപ്പോൾ രണ്ടാമത്തെ പ്ലാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ ആദ്യം തന്നെ വീണുപോയ മനുഷ്യനെ വിശ്വാസത്തിൽ കൂടി, തൻ്റെ പുത്രനിലുള്ള വിശ്വാസത്തിൽ കൂടി നീതീകരിക്കുകയും ദൈവത്തിലേക്ക് റെസ്റ്റോർ ചെയ്യുകയും ചെയ്യുകയായിരുന്നു ദൈവത്തിന്റെ ആദ്യമേ ഉദ്ദേശമെങ്കിൽ പിന്നെ വൈ ദെൻ ദ ലോ? 430 വർഷത്തിന് ശേഷം ന്യായപ്രമാണം കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഈ ആൻസർ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുകയും വിശ്വാസത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അന്നേരം വിശ്വാസത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യവും ന്യായപ്രമാണം എന്തിന് ദൈവം കൊടുത്തു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ന്യായപ്രമാണം കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യഹൂദന്മാർക്കാണ് ആ റിട്ടൺ ലോ കൊടുത്തത്. എന്നാൽ റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, എൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ഞാൻ റോമാലേഖനം എടുത്തപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. എല്ലാവർക്കും ന്യായപ്രമാണം ദൈവം കൊടുത്തിട്ടുണ്ട്. അവരുടെ മനസാക്ഷി ഒരു ന്യായപ്രമാണമായിട്ട് വർക്ക് ചെയ്യാണ്. റിട്ടൺ ലോ അവരുടെ തന്നെ മനസാക്ഷിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തന്നെ ദൈവമായിട്ടുള്ള ആ ബന്ധം, ആത്മാവുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ തന്നെ അവൻ്റെ മനസാക്ഷി ആക്റ്റീവ് ആവുകയും അവന് നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് കഴിയും. അവൻ്റെ ഉള്ളിൽ തന്നെ ന്യായപ്രമാണം വർക്ക് ചെയ്യുകയും അവന് ന്യായപ്രമാണം നന്മയും തിന്മയും കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതിൽ കൂടി അവന് കിട്ടിക്കഴിഞ്ഞു. അവന് റിട്ടൺ ലോ ഓർ റിട്ടൺ ഇൻ ദ കോൺഷ്യസ്നസ്. അന്നേരം അതിൽ കൂടി ദൈവനെ വെളിപ്പെടുത്തുകയാണ്. അന്നേരം എൻ്റെ ചോദ്യം റിട്ടൺ ലോയെ പറ്റിയാണ്.
എൻ്റെ ചോദ്യമല്ല, പൗലോസിന്റെ ചോദ്യം. പൗലോസ് ചോദിക്കുകയാണ്, വൈ ദെൻ ദ ലോ? ദൈവത്തിന്റെ ഉദ്ദേശം മനുഷ്യനെ വിശ്വാസം മൂലം റെസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ആവശ്യമാണ്. എന്നാൽ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദൈവം എന്തിന് ന്യായപ്രമാണം കൊടുത്തു എന്നും അതിൽ കൂടിയാണ് നമുക്ക് വിശ്വാസമാർഗത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാനായിട്ട്. അന്നേരം ഞാൻ ഇത് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അന്നേരം ന്യായപ്രമാണം പല ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ ഏറ്റവും പ്രഥമമായിട്ട് നമ്മൾ പഠിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 രീതിയിൽ ന്യായപ്രമാണത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, ന്യായപ്രമാണം വർക്ക് ചെയ്യുന്നത് അപ്പോൾ പാപം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ ചുരുക്കമായിട്ട് പറയാം. പാപം ചെയ്തപ്പോൾ ദൈവമായിട്ടുള്ള റിലേഷൻ ബ്രോക്കൺ ആയി എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ഹൃദയം എന്നുള്ളത് ഒരു പാപത്തിന്റെ ഫാക്ടറി ആയി തീർന്നു. ദൈവം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം തന്നെ അതിന്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയവിചാരങ്ങൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈവിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ദൈവം കണ്ടു എന്ന് പറയുന്നുണ്ട്. ദൈവം ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ദൈവം മനുഷ്യനെ നോക്കി നല്ലത് എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ മനുഷ്യന്റെ ഹൃദയത്തെ നോക്കി മോശമെന്ന് 5-ാമത്തെ അധ്യായത്തിലേക്കും വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയം ഒരു പാപത്തിന്റെ ഫാക്ടറി ആയി തീർന്നു. യേശുക്രിസ്തു കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും കർത്താവ് അത് കൂടുതൽ വിശദീകരിക്കുകയാണ്. ആ വാക്യം വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുക്കാം. മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം. അതിന്റെ കോൺടാക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാർ എന്നിട്ട് പറയാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ദേ ആർ നോട്ട് ഹൈജീനിക് എന്ന് പറയാണ്. അന്നേരം കർത്താവിന് വേണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് അന്ന് തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് പറയാം, നിങ്ങൾ കൈ കഴുകിയിട്ട് കഴിക്കണം, ഭക്ഷണം കഴിക്കണം, അല്ലാതെ കഴിക്കുന്നത് ഹൈജീനിക്കലി പ്രോബ്ലം ആണെന്ന് പറയാമായിരുന്നു. എന്നാൽ കർത്താവിന് മനസ്സിലായി ഈ കൈ കൊണ്ട് കഴിക്കുന്നതിനേക്കാൾ വലിയ, അത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നം ഇവർക്ക് മനസ്സിലാവാനായിട്ടുണ്ട്. ഇവർക്കൊരു മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൈകൊണ്ട് അഴുക്കുള്ള കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. കാരണം മിക്കവാറും ഉള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ വയറ്റിൽ കൂടി അത് ക്ലീൻ ആയിട്ട് പുറത്തേക്ക് പോകും. അതാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധനാക്കാനായിട്ട് കഴിയത്തില്ല. കാരണം അത് അവന്റെ ഹൃദയത്തിലല്ല, വയറ്റിലെത്ര ചെയ്യുന്ന. മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ ബോധമില്ലാത്തവരോ, മനുഷ്യന്റെ പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവന്റെ ഹൃദയത്തിലല്ല, വയറ്റിലെത്ര ചെല്ലുന്നത്, പിന്നെ അത് മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുന്നു. അന്നേരം യേശുക്രിസ്തു പറയാണ്, മനുഷ്യന്റെ അകത്തേക്ക് എന്തെങ്കിലും ഈവൻ ചെറിയ വിഷമായിട്ടുള്ള കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ തന്നെ മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അത് ക്ലിയർ ചെയ്തിട്ട് ഇത് ബാത്റൂമിൽ പോകുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പോകും. എന്നാൽ ഒരു റിയൽ പ്രോബ്ലം ഉണ്ട്. മനുഷ്യന്റെ അകത്ത് വേറൊരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അത് പുറത്തുനിന്ന് മനുഷ്യനെ അശുദ്ധനാക്കാൻ കഴിയാത്തതിന്റെ കാര്യം, അവന്റെ ഉള്ളിൽ ഒരു സിൻ ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ട്. അത് അകത്തുനിന്ന് പുറത്തേക്ക് പാപം തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ മനുഷ്യന്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന എത്ര മനുഷ്യനെ അശുദ്ധരാക്കുന്നത്? അകത്തുനിന്ന്. എന്നിട്ട് വേണം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറയും. അന്നേരം അകത്തുനിന്ന് ഒരു ഹൃദയത്തിൽ നിന്ന് ഒരു സിൻ ഫാക്ടറി വർക്ക് ചെയ്യുകയും ആ ഒരു മലിനജനം പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. അല്ലേ? കുവൈറ്റിലുള്ളവർക്ക് കുറച്ചുകൂടി ഇത് മനസ്സിലാവും. നമ്മൾ പലയിടത്തും അബ്ബാസിയയിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഓടകളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ചിലപ്പം ഡ്രെയിനേജ് വാട്ടർ പമ്പ് ചെയ്യുന്ന പോലെ പുറത്തേക്ക് വരുന്നതാണ്. വളരെ മോശമായിട്ടുള്ള വെള്ളമാണ്. ഇത് മനുഷ്യന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം. എന്നിട്ട് ഞാൻ പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. വൈ ദെൻ ദ ലോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പൗലോസ് പലയിടത്തായിട്ട് പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം, ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് വരുന്ന വെള്ളത്തെ ജസ്റ്റ് ക്ലീൻ ചെയ്ത്, അകത്ത് ക്ലീൻ ചെയ്യല്ല, വെളിയിലേക്ക് വരുന്നതിനെ ക്ലീൻ ചെയ്ത് വിടുക എന്നുള്ളതാണ്. അതിൽ സോഴ്സിനെ അതിനൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല, പക്ഷെ ഔട്ട്ഫ്ലോ അതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈൽഡ് ആനിമലിനെ പോലെയാണ്. അതിനെ ഒരു ഭയങ്കരമായിട്ടുള്ള വൈൽഡായിട്ടുള്ള പട്ടിയെ നമുക്ക് ഒരു നായ ഒരു ചങ്ങലയും കൊണ്ട് ബന്ധിക്കുന്ന പോലെ, ചെളിയിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്ന സ്വഭാവമുള്ളൊരു പന്നിയെ കെട്ടി ചെളിയിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുന്ന പോലെ, ഈ രീതിയിൽ ഇവന്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ന്യായപ്രമാണത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷെ അവന്റെ ഹാർട്ടിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ന്യായപ്രമാണത്തിന് കഴിഞ്ഞിരുന്നില്ല. ഹാർട്ടാണ് ഇതിന്റെ സോഴ്സ് എന്നാണ് ബൈബിൾ. ഹൃദയം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഒരു സോഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ ഫിസിക്കൽ ഹൃദയത്തെ പറ്റിയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ കാര്യത്തെ നിയന്ത്രിക്കാനായിട്ട് ജോൺ ബെനിയൻ എന്ന് പറയുന്ന ഒരു ദേവദാസൻ അദ്ദേഹത്തിന്റെ പരദേശമോക്ഷയാത്രയിൽ ഇത് കുറച്ചുകൂടി വിശദീകരിക്കും. എന്തായാലും ഈ പരദേശം ഇങ്ങനെ പുറന്നു കൊണ്ടുപോകുമ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം കാണുകയാണ് ഒരു മുറിക്കകത്തു നിന്ന് വെളിയിലേക്ക് അഴുക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അന്നേരം ഒരു ചൂല് കൊണ്ട് ഒരാൾ ഇങ്ങനെ എപ്പോഴും ഇത് വെളിയിൽ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അന്നേരം
ഈ മോക്ഷയാത്രയും ചോദിക്കുകയാണ് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവാഞ്ചലിസ്റ്റ് ആണ് ഇതെന്ന് പറയുകയാണ് ഇത് മനുഷ്യന്റെ ഹൃദയമാണ്, മറ്റേ ചൂലെന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം. ഇറ്റ് ഈസ് ക്ലീനിങ് ഫ്രം ഔട്ട്സൈഡ്, ക്ലീനിങ് ഫ്രം ഔട്ട്സൈഡ്. മനുഷ്യന്റെ ഈ പാപപ്രവർത്തികൾ പുറത്തേക്ക് വരുന്നതിനെ നിയന്ത്രിക്കാനായിട്ട് ദൈവം 10 കൽപ്പനകൾ കൊടുത്തു. 10 കൽപ്പനകൾ മാത്രമല്ല, അനേക കൽപ്പനകൾ. ഇതിന്റെ എല്ലാ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോറൽ ലോ, ഞാൻ സെറമോണിയൽ ലോയെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, മോറൽ ലോയിൽ കൂടി ദൈവം മനുഷ്യനെ പുറത്തേക്ക് പാപം ചെയ്യുന്നതിൽ നിന്നും അവനെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഉദ്ദേശം. സോ ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പമ്പ് ചെയ്യുന്ന അഴുക്ക് ജലത്തെ ക്ലീൻ ചെയ്യുന്ന ഒരു ചൂലിന്റെ ഒരു ക്ലീനിങ് മെക്കാനിസം ആയിരുന്നു ന്യായപ്രമാണം നമുക്ക് കാണാനായിട്ട് കിട്ടും. രണ്ടാമത്തെ, ആദ്യത്തെ 9 കൽപ്പനയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ന്യായപ്രമാണത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ സ്കാനിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ പ്രോബ്ലം കണ്ടുപിടിക്കുന്ന, ഐഡന്റിഫൈ ചെയ്യുന്ന, രോഗനിർണയം നടത്തുന്ന, റിവീലിംഗ്, പാപത്തെ അവന് തന്നെ അവന്റെ ഹൃദയത്തിനൊരു പ്രോബ്ലം ഉണ്ട് എന്ന് അവന് തന്നെ ബോധ്യം വരുത്താൻ വേണ്ടിയിട്ട് അവന്റെ പുറത്തേയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ന്യായപ്രമാണം എപ്പോഴും പുറത്തെ കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ റിലീജിയൻ ശരിക്കും ശ്രമിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങളെ കവർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. എല്ലാ മതങ്ങളും, ഈവൻ ക്രിസ്തീയ മതങ്ങളും. ഇന്നും പലപ്പോഴും ക്രിസ്തീയ മത പ്രഭാഷകർ പലരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപടഭക്തിയും കൊണ്ടിട്ട് ഒരു വെള്ള പുറമെ അടിച്ചുകൊണ്ട് അകത്തെ മറയ്ക്കുകയാണ്. അതുതന്നെയാണ് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ വിമർശിച്ചത്. ന്യായപ്രമാണത്തെ കർത്താവ് ഒരിക്കലും വിമർശിച്ചിട്ടില്ല, എന്നാൽ കപടഭക്തിയെ കർത്താവ് എപ്പോഴും ചെയ്തു. അതാണ് യേശുക്രിസ്തു ഇവിടെയും പറയാനായിട്ട് ശ്രമിക്കുന്നത്. അന്നേരം പരീശന്മാർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യായപ്രമാണം പാലിക്കല്ല ചെയ്തത്. അവർ ശരിക്കും ന്യായപ്രമാണം പാലിക്കാൻ ശ്രമിച്ചിരുന്നത് അവരുടെ പ്രോബ്ലം അവർക്ക് മനസ്സിലായനെ. അവരെന്ത് ചെയ്തു? അവർ ആ പുറത്തേക്ക് ഒഴുകുന്നതിനെ ഒരു പുറത്തുള്ള വെള്ള വസ്ത്രം കൊണ്ട് ഇതിനെ കവർ ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളാണ്, നിങ്ങൾ പുറമെ അഴകായിട്ട് ശോഭിക്കുകയാണ്, പക്ഷെ അകത്ത് അസ്ഥികളാണ്. ആ നാറ്റം പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് പുറത്തൊരു കവർ. ഇന്നത്തെ മതഭക്തി മുഴുവൻ അതാണ്, ക്രിസ്തീയ മാർഗത്തിൽ കൂടുതലും കാണുന്നതാണ്. ഇതാണ് ജനത്തിന്റെ മുമ്പിൽ ദൈവനാമം ദൂഷിക്കപ്പെടുന്നത്. വേർപെട്ട സമൂഹങ്ങൾ എന്ന് പറയുന്നതും പലരും അങ്ങനെ തന്നെയാണ്, പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് കവറിങ്. എക്സ്റ്റേണലായിട്ട് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിപ്പിക്കുക, അത് കൂടി അകത്തെ കാര്യങ്ങളെ കവർ ചെയ്തുകൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ വിശുദ്ധിയുടെ ഒരു വേഷം ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ത്യകാലത്തേക്ക് വരുമ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് കൂടുമെന്ന് തിമോഥെയോസിന്റെ അടുത്ത് പൗലോസ് പറയുന്നുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമ്പോൾ ഈ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയാണ്, അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തി നശിപ്പിക്കുന്നവരായിട്ട്, ശക്തി ഇല്ലാത്തവരായിരുന്നു. ദർ ഇസ് നോ പവർ ബട്ട് ദർ ഇസ് എ കവർ. ഓക്കെ, ഞാൻ അതിലേക്കല്ല പറഞ്ഞിരിക്കുന്നത്. അതാണ് കപടഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ന്യായപ്രമാണം ചെയ്യുന്നത് റിയലായിട്ട് തന്നെ അതിന്റെ പുറത്തേക്ക് വരുന്നതിനെ കട്ട് ചെയ്യുകയാണ്. അതൊരു നല്ല കാര്യം. പ്രവൃത്തിയായിട്ട് പാപം വരുന്നതിന് പകരം അതിനെ കട്ട് ചെയ്യുന്നു. പക്ഷേ 10ാമത്തെ കൽപ്പനയിൽ ഒരു കാര്യമുണ്ട്. 10ാമത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്കാനിങ് മെഷീൻ. അന്നേരം അതാണ് ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിനൊരു പ്രോബ്ലം ഉണ്ട്. ഒരാൾ പറയുകയാണ് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വളരെ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ, അതായത് ഒരു ഡോക്ടർ പറയുന്ന ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോവുകയാണ്. മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം ഒരു ആൻജിയോഗ്രാം, എനിക്ക് തോന്നുന്നു ആൻജിയോഗ്രാം എന്നു, ആൻജിയോഗ്രാം ചെയ്യുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ വാട്ട് എവർ ടെസ്റ്റ്, ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിലാവുകയാണ് അയാളുടെ ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാവുകയാണ്. അതായത് അതുവരെയും അയാൾക്കൊരു നീഡ് തോന്നുന്നില്ല, അതുവരെ അയാൾക്കൊരു ആവശ്യബോധമില്ല. ഈ ഹൃദയത്തിൽ അയാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ലെന്നായിരിക്കും പറഞ്ഞിരിക്കുക. എങ്ങനെയാണ് അത് കുഴപ്പമുണ്ടെന്ന് മനസ്സിലാവുന്നത്? കുഴപ്പമുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു, ഒരു കാര്യം പ്രോബ്ലമാറ്റിക് ആണെന്ന് മനസ്സിലാവുന്നത് അതിന്റെ സ്റ്റാൻഡേർഡുമായിട്ട് പരിശോധിച്ച് വെച്ച് നോക്കുമ്പോഴാണ് അല്ലേ. അതായത് ന്യായപ്രമാണം ഉള്ളത് ദൈവത്തിന്റെ ഒരു ലിമിറ്റഡ് സ്റ്റാൻഡേർഡാണ്, പൂർണ്ണമായിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ല. അത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഈ സോഴ്സ് പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യാൻ, ഒരു ഹാർട്ട് പ്രോബ്ലം ഇവനുണ്ട് എന്നിവന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിന്റെ 7ാമത്തെ അധ്യായത്തിലേക്ക് ഈ ന്യായപ്രമാണത്തിന്റെ കാര്യം പറയുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പാപത്തെ അറിയുകയില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പാപത്തെ പുറത്തു വരാതെ തടയുക മാത്രമല്ല, ഉള്ളിൽ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് 10ാമത്തെ കൽപ്പന വരുമ്പോഴേക്കും മനസ്സിലാവുകയാണ്. അന്നേരം 10ാമത്തെ കൽപ്പന ഒരു സ്കാനിങ് മെഷീനാണ്, അവന്റെ ഉള്ളിൽ ഈ പ്രോബ്ലം ഉണ്ടെന്ന് കാണിക്കാൻ. അത് കാണുമ്പോഴാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാനൊരു രോഗിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ അവന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനിങ് മെഷീനാണ് ന്യായപ്രമാണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ആൻജിയോഗ്രാം എന്ന് പറയും. ഇത് പണ്ടൊരു സ്കിറ്റ് ചർച്ചയിൽ ചെയ്തപ്പോൾ ഒരു ചോദ്യം, അതിപ്പം ഭയങ്കരമായിട്ട് വൈറലായിട്ട് അതിന്റെ ഓഡിയോ പല ആൾക്കാരും യൂസ് ചെയ്തിട്ട് സ്കിറ്റ്. ഇപ്പൊ അമേരിക്ക തന്നെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, അവരിവിടെ അവരുടെ ചർച്ചിൽ ഞങ്ങൾ ചെയ്ത ആ സ്കിറ്റിന്റെ ഓഡിയോ ഉപയോഗിച്ചിട്ട് അവർ സ്കിറ്റ് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു. അന്നേരം അതിൽ ഒരു പയ്യൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സൺഡേ സ്കൂളിന്റെ ഒരു ക്ലാസ് ഒരു എക്സാമിന്റെ ഒരു രീതിയിലുള്ള. അന്നേരം അതിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ പാപം ക്ഷമിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ കുട്ടി പറയാണ്, ദൈവം നമ്മുടെ പാപം ക്ഷമിക്കണമെങ്കിൽ
പാപം ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നതല്ല. ദൈവം നമ്മുടെ പാപം ക്ഷമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പാപിയാണ്, നമുക്ക് ബോധ്യമുണ്ടാവുകയാണ് വേണ്ടത്. ആ ബോധ്യമുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ബോധ്യമുണ്ടാവണമെങ്കിൽ ഒരു സ്കാനിങ് മെഷീൻ വഴി അവൻ്റെ പ്രോബ്ലം മനസ്സിലാക്കിയേ ഒക്കെയുള്ളൂ, അല്ലേ? ഒരു ആവശ്യബോധം ഒരു മനുഷ്യനുണ്ടായെങ്കിലേ ഒക്കെയുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു വ്യക്തി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇപ്പോൾ സഭാ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചെല്ലുകയാണ്. അന്നേരം ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ നിങ്ങളുടെ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? വീട്ടിലെ ആൾക്കാർക്ക് സുഖമാണോ എന്നൊക്കെയാണോ ചോദിക്കുന്നത്? എന്തോ ചോദിക്കുന്നത് ആദ്യം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ? നിങ്ങളാരും ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം അവരെന്തായിരിക്കും ചോദിക്കുന്നത്? ചെല്ലുമ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കും. എന്താണ് അസുഖം എന്ന് ചോദിക്കും, അല്ലേ? അന്നേരം നിങ്ങൾ അല്ലാതെ നിങ്ങളുടെ ബാക്കിയുള്ള വീട്ടുകാരുടെ കാര്യമൊന്നും ചോദിക്കത്തില്ല. അന്നേരം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർക്കറിയാം നിങ്ങൾക്കൊരു നീഡുമായിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്. അന്നേരം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നിങ്ങൾ എന്താണ് അസുഖം ചോദിച്ചപ്പം നിങ്ങൾ പറയാണ് എനിക്ക് അസുഖമൊന്നുമില്ല, ഞാനൊരു ബിരിയാണി കഴിക്കാൻ വന്നാണെന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? ഇത് ബിരിയാണി കൊടുക്കുന്ന സ്ഥലമല്ല, ബിരിയാണി വേണമെങ്കിൽ ഹോട്ടലിൽ പോകണം. ഹോസ്പിറ്റലിൽ വരുന്നത് ഒരു നീഡുമായിട്ട്. അന്നേരം ഞാൻ പറഞ്ഞതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ, ഒരു വൈദ്യന്റെ അടുക്കൽ നമ്മൾ ചെല്ലണമെങ്കിൽ നമുക്ക് ആ നീഡ് മനസ്സിലാകണം. അന്നേരം ന്യായപ്രമാണം ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലുള്ള ആ പാപത്തിന്റെ സോഴ്സ് അവന് തന്നെ ബോധ്യപ്പെടുത്തിയിട്ട് അവനെ യഥാർത്ഥ ഡോക്ടറിന്റെ അടുക്കിലേക്ക് അയക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തേത്, അവന്റെ പ്രോബ്ലം മനസ്സിലാക്കുക. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് ലീഡ്സ് അസ് ടു ദ പ്രോമിസ്ഡ് സീഡ്. അതാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അതിന്റെ ആൻസറായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ന്യായപ്രമാണം എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് പറയാണ്, എന്നാൽ ന്യായപ്രമാണം എന്തിന് എന്നുള്ളതിന്റെ ആൻസർ 19 ഗലാത്യ ലേഖനം 3:19 ആ ചോദ്യം ചോദിച്ച ശേഷം അതൊരു വിശദീകരണം പോലെ പറഞ്ഞിട്ട് അതിന്റെ ആൻസർ 24 പറയാണ്, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുത്തേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായിട്ട് ഭവിച്ചു. ന്യായപ്രമാണം എന്നുള്ളത് ഹാർട്ടിന്റെ ഒരു പ്രോബ്ലം മാറ്റാൻ കഴിയുന്ന ഒരു സർജന്റെ അടുക്കിലേക്ക് നയിക്കുന്ന സ്കാനിങ് മെഷീനായിട്ട് ഭവിച്ചു എന്ന് നമുക്ക് ഇപ്പോഴത്തെ ഭാഷയിൽ പറയാം. അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിന്റെ പ്രോമിസിലേക്കിലാണ്. എന്താണ് പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രോമിസ്? സോ ദ ലോ ലീഡ്സ് us to a heart transplant to the Christ, the real doctor. അന്നേരം ഇത് നമ്മളുടെ ന്യൂ കവനന്റ് പ്രോമിസ്, യഥാർത്ഥത്തിലുള്ള യേശുക്രിസ്തു നമുക്ക് വരുന്ന പ്രോമിസിലേക്ക് നയിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നീഡ് നമുക്ക് ഉണ്ടാക്കേണ്ടതാണ് ന്യായപ്രമാണം ഭവിച്ചത്. എന്താണ് പുതിയ നിയമത്തിന്റെ യഥാർത്ഥ പ്രോമിസ്? എന്താണ് വിശ്വാസത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്? എന്തിനാണ് ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്? ഇത് പഴയ നിയമം മുതൽ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവചനം അതിന് 36-ാമത്തെ അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൽ കൂടി, പുതിയ ഉടമ്പടിയിൽ കയറുന്നതിൽ കൂടി മാത്രം ലഭിക്കുന്ന ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നത് എന്താണ് എന്ന് പറയാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം ധരിക്കും, നിങ്ങൾ നിർമ്മലമായിത്തീരും. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഹെസ്കേൽ 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. അന്നേരം ഒരു ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായി എന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആണ്. ഹൃദയം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേട്ടൊന്നുമല്ല, അന്നേരം ഒരു ഇന്റർവ്യൂ, ഒരു ഡോക്യുമെന്ററി പോലെ ഞാൻ ഇത് കേൾക്കായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയ ചെയ്ത ഒരു ഡോക്ടറിന്റെ ഒരു ഇന്റർവ്യൂ. അന്നേരം അത് വളരെ വിശദമായിട്ട് പറയുന്നു. ഒരു 3 ഭാഗങ്ങളായിട്ട് ഞാൻ മുഴുവൻ കേട്ടു. ഞാനൊരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ നമുക്ക് ശരിക്കും ദൈവവചനം എന്ന പേരിൽ കുറേ വിഡ്ഢിത്തങ്ങളും സ്ത്രീവിരുദ്ധതകളും വിവരക്കേടുകളും പ്രസംഗിക്കുന്ന കാര്യം കേൾക്കുന്ന നമ്മളുടെ ആത്മീയ ജീവിതം നശിപ്പിക്കത്തേ ഉള്ളൂ. അത് കേൾക്കാതിരുന്നാൽ അത്ര നല്ലത്. അന്നേരം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു പറഞ്ഞാൽ ദൈവവചനം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കേൾക്കുന്നത് നമുക്ക് നല്ലതാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് ദോഷം വരുത്തുള്ളൂ. അന്നേരം ദൈവവചനം വായിക്കുകയാണെങ്കിൽ നല്ലതാണ്, എന്നാൽ അതിനേക്കാൾ നല്ലതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള ദൈവവചനം എന്നുള്ള പോലെ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ നല്ലത് ചിലപ്പോൾ നമുക്ക് ചില സെക്യുലറായിട്ടുള്ള പല കാര്യങ്ങളും വായിക്കുന്നതായിരിക്കും. ഞാൻ ഈ മുമ്പോട്ട് പറയുമ്പോൾ പല കാര്യങ്ങളും ദൈവവചനത്തിൽ ഇല്ലാതെ എൻ്റെ അഭിപ്രായങ്ങളായിട്ട് പറയാറുണ്ട്. എൻ്റെ അഭിപ്രായങ്ങളായിട്ട് മാത്രം നിങ്ങൾ ഇത് എടുത്താൽ മതി, അല്ലാതെ നിങ്ങളിത് ദൈവവചനമായിട്ട് എടുക്കരുത്. എൻ്റെ അഭിപ്രായം പറയാണ്. എൻ്റെ അഭിപ്രായത്തിൽ
ഈ ദൈവവചനം എന്ന് പറഞ്ഞ് ചവറ് പ്രസംഗിക്കുന്ന ചാനലുകൾ കാണുന്നതിനേക്കാൾ നല്ലത് വല്ല സെക്യുലർ ഡോക്യുമെന്ററി ചാനലാണ്. ഉദാഹരണത്തിന് പവർ വിഷൻ കാണുന്നതിനേക്കാൾ നല്ലത് എന്താ പറയുക നാഷണൽ ജോഗ്രഫിക്ക് കാണുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം നിങ്ങൾക്ക് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ അന്നേരം അങ്ങനെ നമുക്കൊരു ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ദൈവം പല മാർഗ്ഗങ്ങളിൽ കൂടി നമ്മൾ സംസാരിക്കും, നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരും. അന്നേരം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സെക്യുലർ കേരളത്തിൽ ആദ്യമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു ഡോക്ടറുടെ ഇന്റർവ്യൂ കാണുമായിരുന്നു. അന്നേരം അദ്ദേഹം പറയുകയാണ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത്, അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരാൾക്ക് തന്നെ 2 പ്രാവശ്യം ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് അദ്ദേഹമാണ്. അല്ല, അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, എന്താണ് ഇതിന്റെ ഹാർട്ട് പ്ലാന്റ് ചെയ്യുന്ന ഒരു രോഗിക്ക് ഉണ്ടാകേണ്ട ആവശ്യം എന്താണ് ആദ്യം. അന്നേരം അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനമായിട്ട് ആ രോഗി ഈ ഡോക്ടറെ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് റിക്വയർമെന്റ്. രോഗിക്ക് രോഗാവസ്ഥ മനസ്സിലാകുക മാത്രമല്ല ഈ ഹൃദയം മാറ്റിവെക്കാനായിട്ട് ഈ ഡോക്ടർക്ക് കേപ്പബിൾ ആണ്. അന്നേരം ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കുന്ന ഒരു ഡോക്ടറെ അടുത്ത് എങ്ങനെ വിശ്വസിക്കും? അന്നേരം അങ്ങനെ ഒരു രോഗി അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റിയത്, ഫസ്റ്റ് ടൈം. അന്നേരം അങ്ങനെയാണ് ഇദ്ദേഹം ആ ട്രസ്റ്റ് ഒരു വലിയ പ്രധാനമാണെന്ന് പറയാം. ഞാനെന്നല്ല പറയാനായിട്ട് വന്നു. അന്നേരം പക്ഷെ നമ്മൾ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊരു ഹൃദയം മാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗത്ത് ആഫ്രിക്കൻ ഡോക്ടറാണ്. നമുക്കറിയാവുന്ന ക്രിസ്ത്യൻ ബെർണാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഡോക്ടറാണ് ഇത് ചെയ്തത്. അദ്ദേഹം 1967 ആദ്യമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത അദ്ദേഹം, ആ വ്യക്തി ഒരു 18 ദിവസമേ ജീവിച്ചുള്ളൂ. പക്ഷെ അതൊരു മെഡിക്കൽ സയൻസിലെ ഒരു നിർണായകമായിട്ടുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അദ്ദേഹമാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ക്രിസ്ത്യൻ ബെർണാഡ് ഇത് ചെയ്യുന്നതിന് മുമ്പ് 3000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറയുകയാണ്, ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യുന്നു. അന്നേരം ഇതൊക്കെ എഴുതുന്ന സമയത്ത് അങ്ങനത്തെ ഒരു കാര്യം ഒരു മനുഷ്യന്റെ മനസ്സിൽ പോലും കാണത്തില്ല. ഇത് എന്താണെന്ന് പോലും ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതിലായിരിക്കത്തില്ല. എന്നാൽ ദൈവം പറയാണ്, ദ പ്രോബ്ലം ഈസ് വിത്ത് ദ ഹാർട്ട്. അതിനെ ഞാൻ മാറ്റാനായിട്ട് പോകുന്നു. ഒരു ബൈപ്പാസ് സർജറി അല്ല, ഒരു ഹാർട്ട് റിപ്പയർ അല്ല, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നു. ഐ വിൽ റിമൂവ് ദ ഹാർട്ട് ഓഫ് സ്റ്റോൺ ആൻഡ് ഗീവ് യു എ ഹാർട്ട് ഓഫ് ഫ്ലഷ്. ഇത് സംഭവിക്കുമ്പോഴാണ് ഒരു വ്യക്തി പുതിയ സൃഷ്ടിയാകുന്നത്. പിന്നീട് ആ വ്യക്തിയെ ദൈവം തൻ്റെ വഴികൾ നടത്തുകയാണ്. അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാൻ, അതിൻ്റെ ബേസിക് കാര്യം മാത്രമാണ് പറയുന്നത്. എന്നാൽ ഞാൻ എന്താണ് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ എന്താണ് ചെയ്യുന്നത്? ലോ ഒന്ന്, പുറമേയുള്ള പാപങ്ങളെ നിയന്ത്രിക്കുന്നു, അകമേയുള്ള ഹാർട്ടിന്റെ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്ത് എക്സ്പോസ് ചെയ്യുന്നു. 3, അതിനൊരിക്കലും ഒരു സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല. യഥാർത്ഥത്തിലുള്ള ആ വൈദ്യന്റെ അടുക്കിലേക്ക്, ആ നീഡോടുകൂടി ചെല്ലാനായിട്ട് ദൈവം നമ്മളെ ബോധ്യപ്പെടുക, ആ ഒരു നീഡിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം എനിക്ക് തരുന്നു. അതാണ് ലോ ചെയ്യുന്നത്. അത് മനസാക്ഷിയിലുള്ളതാണെങ്കിലും റിട്ടേൺ ലോ ആണെങ്കിലും നിയമങ്ങളെല്ലാം ചെയ്യുന്നത് അതിലേക്കാണ്. അങ്ങനെ കർത്താവിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവം മാറ്റി അവൻ്റെ പുതിയ സൃഷ്ടിയായി തീരുകയാണ്. അതാണ് ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്നാൽ ന്യായപ്രമാണം, ഗലാത്യ ലേഖനം 4:21 പറയാണ്, എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾ വിരോധമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമല്ല, രണ്ടും കോംപ്ലിമെന്ററി ആയിട്ട് കാണും. സ്കാനിങ് മെഷീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹാർട്ട് സർജന്റെ വിരോധമല്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രം, ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം മനുഷ്യനെ നന്നാക്കാനാണ് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. രണ്ടും 2 ഫംഗ്ഷൻ ഉള്ളത്. എന്നിട്ട് ന്യായപ്രമാണം ദൈവവാഗ്ദത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രനിൽ കൂടിയുള്ള ഹൃദയ ശസ്ത്രക്രിയയാണ്, ഹൃദയ മാറ്റമാണ് വാഗ്ദത്തം. എഹെസ്കേൽ പറഞ്ഞ വാഗ്ദത്തം ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അല്ല, അതാണ്. എന്നാൽ അതിന് വിരോധമല്ല ന്യായപ്രമാണം. എന്താണ്? ഒരു നാളുമല്ല ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമായിരുന്നു. എന്നിട്ട് പറയാണ്, ന്യായപ്രമാണത്തിന് ജീവിപ്പിക്കാനായിട്ട് കഴിയുമായിരുന്നെങ്കിൽ, മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ജീവൻ അവന് കൊടുക്കാനായിട്ട് ന്യായപ്രമാണത്തിന് കഴിയുമായിരുന്നെങ്കിൽ ന്യായപ്രമാണം തന്നെ മതിയായിരുന്നു. ഇല്ലെങ്കിൽ സ്കാനിങ് മെഷീന് ഹൃദയം മാറ്റാനും കൂടെ കഴിയുമായിരുന്നെങ്കിൽ അത് തന്നെ മതിയാമായിരുന്നു. എന്നാൽ അതല്ല ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം. അത് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശമാണെന്ന് പഠിപ്പിക്കുന്നത് ദുരുപദേശമാണ്. ന്യായപ്രമാണത്തിന് ഇല്ലെങ്കിൽ കൽപ്പനകൾക്ക്, നിയമങ്ങൾക്ക് നിങ്ങളെ നന്നാക്കാൻ കഴിയും പുറമേ മാത്രം. നിങ്ങൾ അടിസ്ഥാന പ്രശ്നത്തെ മാറ്റാൻ കഴിയത്തില്ല. അതിന് അടിസ്ഥാന പ്രശ്നത്തെ കാണിച്ചു തരാനായിട്ട് കഴിയത്തുള്ളൂ. അടിസ്ഥാന പ്രശ്നം മാറ്റാനായിട്ട് യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് മനസ്സിലാക്കി തരാനായിട്ട് ഇതിന് കഴിയുന്നത്. അതിന് ന്യായപ്രമാണത്തിന് അത് കഴിയുമായിരുന്നെങ്കിൽ അത് നീതിക്ക് ആധാരമാകുമായിരുന്നു. എന്നാൽ ജീവൻ നൽകാനായിട്ട്
ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 10:10 പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനുമായിട്ടും സമൃദ്ധിയാനുണ്ടാകാനും. അങ്ങനെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റിൽ കൂടി ഒരു വ്യക്തി യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നു, യേശുക്രിസ്തുവിന്റെ ജീവൻ അവനിലേക്ക് വരുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നു. ഇത് വിശ്വാസത്തിൽ കൂടി മാത്രമാണ് സംഭവിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇറ്റ്സ് ഒൺലി ബൈ ഫെയ്ത്ത്. ഫെയ്ത്തിൽ കൂടി, ഒരു ആക്ട് ഓഫ് ഫെയ്ത്തിൽ കൂടി കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്. ഇത് ബൈബിളിന്റെ ദൈവവചനത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡോക്ടറാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഫെയ്ത്ത് എന്താണെന്നുള്ളത് കൂടി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ അതുകൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നടത്തുകയാണ്. അന്നേരം ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഫെയ്ത്ത്? ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണം എന്താണെന്നുള്ളതും ന്യായപ്രമാണം എന്താണ് ചെയ്തെന്നുള്ളതും ക്രിസ്തുവിലേക്ക് നടത്തുന്നുള്ളതും ക്രിസ്തുവുള്ള വിശ്വാസത്തിൽ കൂടി, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നാം ദൈവമക്കളാവും. അതാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. ന്യായപ്രമാണത്തിന് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമുക്ക് ന്യായപ്രമാണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഞാനത് മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. വിശ്വാസം വന്ന ശേഷമോ ഞാൻ ഇനി ശിശുപാലകന്റെ കീഴിലല്ല, ന്യായപ്രമാണത്തിന് കീഴിലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവമക്കളായിത്തീരുന്നു. അന്നേരം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടി ഒരു വ്യക്തി ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്ന അവൻ ദൈവപൈതലായിത്തീരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ വിശ്വാസം എന്താണെന്നുള്ളത് കൂടി ഒന്ന് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്ന ട്രൂ ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവമായിട്ട് കണക്ട് ചെയ്യുന്ന വിശ്വാസം എന്താണ്? ഇത് പറഞ്ഞിട്ട് ഞാൻ നിർത്താനിരിക്കുന്നത്. അന്നേരം ഫെയ്ത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യമായി ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇറ്റ്സ് ബിലീവിങ് എ ഹിസ്റ്റോറിക് ഫാക്ട്. അതായത് ഒരു ഹിസ്റ്റോറിക് ഫാക്ട് വിശ്വസിക്കുക എന്നുള്ളത് ഫെയ്ത്തിൽ ഒരു ഇന്റലക്ച്വലി, അന്നേരം ഫെയ്ത്തിന് രണ്ട് തലമുണ്ട്. ഒന്ന് ഒരു ഇന്റലക്ച്വൽ തലമുണ്ട്, ഒന്നൊരു ഹൃദയത്തിന്റെ തലമുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഹൃദയപൂർവ്വം വിശ്വസിക്കുക എന്ന് പറയുന്നൊരു തലമുണ്ട്. അന്നേരം ആദ്യത്തെ ഒരു ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആണ്, അത് ആവശ്യമുള്ളതാണ്. അത് ആവശ്യമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്താണ് ആ ഇന്റലക്ച്വൽ ഫെയ്ത്ത്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത് എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അത് 1 കൊരിന്ത്യർ അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ പൗലോസ് അത് വിശദീകരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ അതിന്റെ 15-ന്റെ 3-4, 1 കൊരിന്ത്യർ 15-ന്റെ 3-4 അധ്യായം. അത് 15-ന്റെ 1 മുതൽ വായിക്കാം. അവിടെ പറയാണ്, എന്താണ് സുവിശേഷം? പൗലോസിന്റെ സുവിശേഷം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും. അന്നേരം നിങ്ങളുടെ അടുത്ത് സുവിശേഷം പ്രസംഗിച്ചു, നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണമായിട്ട് സുവിശേഷം പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു നിങ്ങളെ ഓർമ്മിപ്പിക്കും. അന്നേരം സുവിശേഷം എന്നുള്ളത് 4 പ്രാവശ്യം പറയുന്നുണ്ട്. അതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതിൽ കൂടിയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ആ വിശ്വാസം, ആ സുവിശേഷം എന്താണ്? അതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ മേൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നിങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചു വന്നിരിക്കുന്നുള്ളൂ. അന്നേരം ഇതൊരു ഹിസ്റ്റോറിക് ഫാക്റ്റ് ആണ്. എന്താണ്? യേശു ക്രിസ്തു എന്ന വ്യക്തി, ദൈവപുത്രനായിട്ടുള്ള യേശു ക്രിസ്തു തിരുവെഴുത്തിന് പ്രകാരം, പഴയ നിയമത്തിന്റെ തിരുവെഴുത്തിന് പ്രകാരം, ഞാനെന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, പഴയ നിയമത്തിന്റെ തിരുവെഴുത്തിന് പ്രകാരം ആയതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന് വാലിഡിറ്റി ഉള്ളത്, അല്ലാതെ പുതിയ നിയമത്തിൽ ഒരു ഉപദേശമല്ല. അന്നേരം തിരുവെഴുത്തിൽ, പഴയ നിയമത്തിൽ ഫോർട്ടോൾ ചെയ്തതുപോലെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ഒരു സത്യം ഒരു വ്യക്തിക്ക് മനസ്സിലാകണം, ആ വ്യക്തി കേൾക്കണം, ആ വ്യക്തി അത് വിശ്വസിക്കണം. ഇതാണ് ഇതിന്റെ പ്രൈമറി റിക്വയർമെന്റ്. ഓക്കെ, അതൊരു ഇന്റലക്ച്വൽ തലത്തിലുള്ള വിശ്വാസമാണ്. എന്നാൽ അത് ആവശ്യമാണ്. എന്നാൽ അത് മാത്രമല്ല ബൈബിൾ പഠിപ്പിക്കുന്ന ഫെയ്ത്ത്. കാരണം ഇത് ചിലപ്പോൾ ഒരു വിശ്വസിക്കാത്ത യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു നിരീശ്വരവാദിക്ക് വേണമെങ്കിൽ വരെയും ഈ ഒരു കാര്യം ഒരു ഹിസ്റ്റോറിക് ഫാക്റ്റ് ആയിട്ട് വിശ്വസിക്കാം. ഒരു പരിധിവരെ പിശാചും ഇത് വിശ്വസിക്കുന്നു. പിശാചിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് പിശാചും വിശ്വസിക്കുന്നു, ദൈവനും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതൊരു പ്രൈമറി റിക്വയർമെന്റ് ആണെങ്കിലും അതിന്റെ അടുത്ത തലത്തിലേക്ക് പോകുന്ന ഒരു വിശ്വാസമാണ് ദൈവോനം പറയുന്ന വിശ്വാസം. ഇത് ഒരു ഹിസ്റ്റോറിക് ഫാക്റ്റ് ആണ്. എന്നാൽ ബൈബിളിന്റെ, നേരത്തെ ഒരു സഹോദരി പറഞ്ഞ പോലെ, ബൈബിളിന്റെ മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ബൈബിൾ യേശുക്രിസ്തു മാത്രമാണ് ലോക ചരിത്രത്തിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റത്. അന്നേരം ബൈബിളിലെ ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു ഫാക്റ്റ് വിശ്വസിക്കുകയല്ല, യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ വിശ്വസിക്കുകയാണ്. അന്നേരം നമുക്ക് ബാക്കി ഒരു മതത്തിൽ ഇത് സാധ്യമല്ല. കാരണം
ഇപ്പൊ മുഹമ്മദ് എന്ന് പറയുന്നതാണ് ഇസ്ലാമിന്റെ സ്ഥാപകൻ. മുഹമ്മദിനെ പറ്റി ഒരു ഇസ്ലാമിക് ഒരാൾക്ക് വിശ്വസിക്കാം, അതുവഴി അദ്ദേഹത്തിന് മുസ്ലിം ആവുകയും ചെയ്യാം. പക്ഷെ മുഹമ്മദിൽ വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല, അല്ലെങ്കിൽ മുഹമ്മദുമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാനായിട്ട് കഴിയത്തില്ല. കാരണം മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തി മരിച്ചുപോയി, അല്ലെ? ബുദ്ധനുമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ ബുദ്ധിസ്റ്റിന് വരാനായിട്ട് കഴിയത്തില്ല. പക്ഷെ അങ്ങനെ വരാതെ തന്നെ അദ്ദേഹത്തിന് ബുദ്ധിസ്റ്റ് ആവാനായിട്ട് കഴിയും. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കാറൽ മാർക്സുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന്റെ ആവശ്യമില്ല. കാറൽ മാർക്സിന്റെ പഠിപ്പീരും വിശ്വസിച്ചാൽ മതി, കാറൽ മാർക്സ് ജീവിച്ചിരുന്ന കാര്യം വിശ്വസിച്ചാൽ മതി. എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, ആ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവുമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരണം. ഇല്ലെങ്കിൽ അതിനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ആ ട്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് നോയിങ് ജീസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുവഴിയാണ് നിത്യജീവൻ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു നിത്യജീവനെ പറ്റി വിശദീകരിക്കുമ്പോൾ, ആ നിത്യജീവനെ പറ്റി അതിന് മുമ്പെല്ലാം വിശദീകരിക്കുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്, എന്നെപ്പറ്റി വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ടെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാകുന്നു നിത്യജീവൻ. നോയിങ് ജീസസ്. നോയിങ് എന്ന് പറയുന്നത് ബൈബിളിൽ എപ്പോഴും ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷനിലേക്ക് വരികയാണ്. അന്നേരം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഹാർട്ട് സർജനെ പറ്റി ഉള്ള ഫാക്റ്റുകൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയില്ല. അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം ആ സർജനിൽ വിശ്വസിക്കണം, ആ സർജനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ആ സർജനുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ട്രസ്റ്റിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഹൃദയം മാറ്റാനായിട്ട് ആ സർജന് കഴിയത്തുള്ളൂ. അതേപോലെ തന്നെ ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരികയാണ്. ഇറ്റ് ഇസ് ട്രസ്റ്റിംഗ് ഹിം, ഇറ്റ് ഇസ് നോയിങ് ഹിം, ഇറ്റ് ഇസ് നോട്ട് നോയിങ് അബൌട്ട് ഹിം. ഇറ്റ് ഇസ് നോയിങ് അബൌട്ട് ഹിം ഈസ് റിക്വയർഡ്. പക്ഷെ അത് മാത്രമല്ല, അവനെ അറിയുക, അവനുമായിട്ടുള്ള വ്യക്തിപരമുള്ള എന്തിനാണ് യേശുക്രിസ്തുവിനുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം വരുന്നത്? എൻ്റെ ഹൃദയത്തിന്റെ മാറ്റം വരാൻ വേണ്ടി തന്നെയാണ്. അല്ല എനിക്കൊരു ജോലി കിട്ടാനായിട്ടോ വീട് കിട്ടാനായിട്ടോ എൻ്റെ ഒരു ഫിസിക്കൽ രോഗം മാറാനായിട്ടോ അല്ല. അതെല്ലാം യേശുക്രിസ്തു തരുമായിരിക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അതെല്ലാം അതിലേക്ക് കർത്തവ്യക്ക് നടത്താനായിട്ടൊരു മാർഗമായി തീർന്നേക്കാം. പക്ഷേ യേശുക്രിസ്തുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യും, കർത്തവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരും. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൽ കൂടിയാണ് ഒരു വ്യക്തി യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നത്. അന്നേരം ഞാൻ വാക്കുകള് നിർത്താനായിട്ട് ആക്കിയിരിക്കുന്നത്. അന്നേരം ഇതാണ് ഞാൻ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞില്ല, ബേസിക് ട്രൂത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അന്നേരം ഫെയ്ത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് യേശുക്രിസ്തു, ഈ ഒരു വിശ്വാസത്തിൽ കൂടിയാണ് ഒരു വ്യക്തിയെ ദൈവം ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഇതിനോടുകൂടി ഒരു പ്രവൃത്തി ആഡ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇതിനോടുകൂടി എന്ത് പ്രവൃത്തി ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു ദുരുപദേശമാണ്. ഞാൻ പറയാം. അന്നേരം എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോ പഠിപ്പിക്കുന്നത് തെറ്റല്ല, ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ന്യായപ്രമാണം എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ന്യായപ്രമാണം നീതീകരണത്തിന്റെ അടിസ്ഥാനമായിട്ട് പഠിപ്പിക്കുന്നതിന് പകരം ന്യായപ്രമാണം എന്നുള്ളത് ദൈവത്തെങ്കിലേക്ക് നയത്താനുള്ള ടൂളായിട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അത് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. തിമോത്തിയോസിന്റെ അടുത്ത് പൗലോസ് പറയുമ്പോൾ ന്യായപ്രമാണം ശരിയായിട്ട് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. അത് എൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 1 തിമോത്തിയോസ് അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, ന്യായപ്രമാണം ആർക്കാണ്? ന്യായപ്രമാണം നീതിമാനല്ല, നീതീകരിക്കപ്പെട്ട വ്യക്തിക്കല്ല ന്യായപ്രമാണം, നീതീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടുമല്ല ആവശ്യം ന്യായപ്രമാണം. അന്നേരം ഒരു വളരെ തെറ്റിദ്ധാരണയുള്ളൊരു കാര്യമുണ്ട്. ഞാനത് മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ വിശദീകരിക്കാം. പലരും ചിന്തിക്കുന്നു പറഞ്ഞിരിക്കാൻ നീതീകരിക്കപ്പെടാനായിട്ട് ന്യായപ്രമാണം ആവശ്യമില്ല, നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് ന്യായപ്രമാണം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ മിക്ക ഹോളിനെസ് പ്രീച്ചേഴ്സും പഠിപ്പിക്കുന്നത്. നീതീകരിക്കപ്പെടുന്ന ന്യായപ്രമാണം ആവശ്യമില്ല, എന്നാൽ ഞാൻ നീതീകരിക്കപ്പെട്ടവൻ ന്യായപ്രമാണം ആവശ്യമാണ്, അവൻ ന്യായപ്രമാണം അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അങ്ങനെയല്ല. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് വിശദീകരിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാനത് ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മുമ്പോട്ട് അത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വയ്ക്കാം. അന്നേരം ന്യായപ്രമാണം നീതിമാനല്ല. അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, ഹൃദയതാക്കൾ, ഇങ്ങനെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് പറയാണ്, ഈ വകക്കാർക്കും പത്യോപദേശത്തിന് വിരോധമായി വിപരീതമായ മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്ന എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായിട്ട് ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലതെന്ന് തന്നെ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇതിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും. അന്നേരം വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സ്കാനിങ് മെഷീനെ അതിൻ്റെ യൂസ് ഉപയോഗിക്കണം, അല്ലേ? അത് രോഗം മാറ്റാനായിട്ട് ഉപയോഗിക്കരുത്, രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഒരു പാപിയെ പാപിയാണെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ന്യായപ്രമാണം ഉപയോഗിക്കാം. പാപിയെ നീതീകരിക്കപ്പെടാനായിട്ട് ന്യായപ്രമാണം ഉപയോഗിക്കരുത്. നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് ന്യായപ്രമാണം അവനെ വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുമെന്നും പഠിപ്പിക്കുന്നത് രണ്ടും തെറ്റാണ്. അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കാം. അന്നേരം എവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത്? പ്രോബ്ലം വരുന്നത് ഇതിനെ രണ്ടിനെയും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ്. വിശ്വാസത്തെയും ന്യായപ്രമാണത്തെയും വിശ്വാസത്തെയും പ്രവൃത്തിയെയും കൂടി നീതീകരണത്തിന്റെ റിക്വയർമെന്റ് ആയിട്ട് മിക്സ് ചെയ്യുന്നത് ദുരുപദേശമാണ്. ഞാൻ ഗലാത്യലേഖനത്തിൽ നിന്നെടുത്ത് ഗലാത്യലേഖനത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് പൗലോസ് ഏറ്റവും വ്യക്തമായിട്ട് അഡ്രസ് ചെയ്യുന്നതാണ്. എവിടെ നിങ്ങൾ
വിശ്വാസത്തോടാൽ നീതീകരിക്കപ്പെടും എന്നുള്ള ഉപദേശത്തോടു കൂടി എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു ദുരുപദേശമായി തീരും. അതിനെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മാവിലേക്ക് പുളിപ്പ് ചേർക്കുന്ന പോലാണ്. അന്നേരം നിങ്ങൾ പറയായിരിക്കാം, ഒരു ഒറ്റ കാര്യമല്ലേ ഇവർ ആഡ് ചെയ്യുന്നുള്ളൂ, വിശ്വാസാലുള്ള നീതീകരണം, വിശ്വസിച്ചാൽ മാത്രം പോരാ നീതീകരിക്കപ്പെടാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ആഡ് ചെയ്യുന്നതും 10 ആഡ് ചെയ്യുന്നതും ഒരുപോലെയുള്ളൂ അല്ലേ? മാവിന്റെ അകത്തേക്ക് ഒരു തുള്ളി പുളിപ്പ് ചേർക്കുന്നതും 10 തുള്ളി പുളിപ്പ് ചേർക്കുന്നതും മാവിനെ മുഴുവൻ പുളിപ്പിക്കുമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പൗലോസ് ഇത് പറയുമ്പോൾ പറയാണ്, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അന്നേരം നമ്മൾ പറയായിരിക്കും, ഓക്കെ, കാത്തലിക് ചർച്ച് അങ്ങനെയുള്ള ഒരു 100 കാര്യം പഠിപ്പിക്കുന്നു നീതീകരണത്തിന് വേണ്ടിയിട്ട്, ഞങ്ങൾ ഒരു കാര്യമേ പഠിപ്പിക്കുന്നുള്ളൂ. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നീതീകരണം വിശ്വാസത്താലാണോ, നീതീകരണം വിശ്വാസത്തോടു കൂടി ഒരു കാര്യം ആഡ് ചെയ്യുന്നുണ്ടോ, നീതീകരണത്തിന്റെ കൂടെ വിശ്വാസത്തിന്റെ കൂടെ 10 കാര്യം ആഡ് ചെയ്യുന്നുണ്ടോ, രണ്ടും ഒന്നാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പല ആൾക്കാരും തിരിച്ചാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ തടങ്കത്തിൽ തന്നെ അവിടെ തെറ്റുകയാണ്. അതാണ് പൗലോസ് ഗലാത്യ ലേഖനം ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ വിശദീകരിക്കാം. ഞാൻ മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ ബാക്കിയുള്ള കാര്യങ്ങളും വിശദീകരിക്കാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഞാൻ ബേസിക്കലി പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം എന്നുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്ന ആ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിലേക്ക്, ദൈവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ദൈവം നമ്മൾക്ക് പാപത്തെപ്പറ്റി ബോധ്യം വരുത്താൻ വേണ്ടിയിട്ട് ന്യായപ്രമാണം നമ്മുടെ മനസാക്ഷിയിലാണെങ്കിലും എഴുതപ്പെട്ട ന്യായപ്രമാണമാണെങ്കിലും ആ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. അതിൽ കൂടി ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കിയിട്ട് കർത്താവിലേക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ടും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാനായിട്ടും ദൈവോപേതരായി തീരാനായിട്ടും ദൈവം സഹായിക്കുന്നു. ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മുമ്പോട്ട് ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ എത്തിക്കാൻ. ഞാൻ വിശ്വാസമുള്ള നീതീകരണം എന്നുള്ളതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ വിശദീകരിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യാം. ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പൗലോസ് ഗലാത്യ ലേഖനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഗലാത്യ ലേഖനത്തിലെ ആദ്യം പൗലോസ് അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നം, നമ്മൾ വിചാരിക്കും അത് പരിച്ഛേദന എന്നുള്ളൊരു കാര്യം നീതീകരണത്തിന് റിക്വയർമെന്റ് ആയിട്ട്. അന്നേരം ഗലാത്യ സഭയിലെ പ്രശ്നം എന്ന് പറഞ്ഞത്, അവർ ഫെയ്ത്ത് വേണ്ടാന്ന്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വേണ്ടാന്ന് അവർ പഠിപ്പിച്ചില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ പഠിപ്പിച്ചു, ദേ ഡിഡ് നോട്ട് സേ ഫെയ്ത്ത് ഈസ് നോട്ട് റിക്വയർഡ്, ദേ സെഡ് ഫെയ്ത്ത് ഈസ് നോട്ട് ഇനഫ് എന്നുള്ളതാണ്. ഇതാണ് പലരും പറയുന്നത്. ഫെയ്ത്ത് വേണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഫെയ്ത്ത് മാത്രം പോരാ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വേണ്ടാന്ന് പഠിപ്പിക്കുന്നവരില്ലായിരിക്കാം, എന്നാൽ യേശുക്രിസ്തുവിന് വിശ്വാസം മാത്രം പോരാ നീതീകരിക്കപ്പെടാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സെറമോണി ആഡ് ചെയ്ത് കഴിഞ്ഞാലും, സെറമോണിക്കൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും, മോറലോ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപോലെ. ഉദാഹരണത്തിന്, യേശുക്രിസ്തുവിൽ വിശ്വാസവും വേണം, നിങ്ങൾ നിങ്ങൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം നിങ്ങൾ റെസ്റ്റിറ്റ്യൂഷൻ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത് ആഡ് ചെയ്യാണ്. യേശുക്രിസ്തുവിൽ വിശ്വാസവും വേണം, നിങ്ങളുടെ തെറ്റ് ചെയ്ത എല്ലാ ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ക്ഷമിക്കുകയും വേണം, നീതീകരണത്തിന്റെ റിക്വയർമെന്റ് ആയിട്ട് എന്ന് പഠിപ്പിക്കുന്ന ആഡിങ് ആണ്. യേശുക്രിസ്തുവിൽ വിശ്വാസവും വേണം, നിങ്ങൾ തെറ്റ് ചെയ്ത എല്ലാ ആൾക്കാരടുത്ത് നിങ്ങൾ പോയി ക്ഷമ ചോദിക്കണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നീതീകരിക്കപ്പെടുന്നു പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഇത് വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ചില എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്ത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഗലേഷ്യനിസമാണ്. അത് ആ മാവിലേക്ക് പുളിപ്പിന്റെ ഒരു തുള്ളി ഇടുന്നതാണ്. അന്നേരം ബൈബിൾ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടിയുള്ള നീതീകരണം മാത്രമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എന്താണ്, ഞാൻ അതോട് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം, നിങ്ങൾക്ക് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഉൽപ്പത്തിയിൽ പാപം ചെയ്തപ്പോൾ നടന്ന ആ ഒരു കാര്യത്തിന്റെ റിവേഴ്സലാണ് നടക്കുന്നത്. എന്താണ് ഏതെങ്കിലും പാപം ചെയ്തപ്പോൾ നടന്നത്? അതിന്റെ റിവേഴ്സൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാപം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവും. എഫ് ലേഖനം 1-ാമത്തെ അധ്യായം, അതുകൂടെ പറഞ്ഞിട്ട് എന്നിട്ടാണ്. എഫ് ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 13-ാമത്തെ വാക്യം, അത് ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി ക്ലിയർ, മലയാളത്തിലും അത് ക്ലിയർ ആണ്. അത് രക്ഷ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാണ്. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനായി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി, നമ്മുടെ അവകാശത്തിന്റെ ആചാരമായി വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഇൻ ഹിം യു ഓൾസോ ആഫ്റ്റർ ലിസണിങ് ടു ദ മെസ്സേജ് ഓഫ് ട്രൂത്ത്. അന്നേരം ആദ്യം എന്താണ് സംഭവിക്കേണ്ടത്? ഒരു മെസ്സേജ് ഓഫ് ട്രൂത്ത് കേൾക്കണം. ഇതാണ് ആന്റിഡോട്ട്. എന്താണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ആദ്യം ഒരു മനുഷ്യന് പാപത്തിലേക്ക് വീണത്? ബൈബിളിൽ ആദ്യം ഒരു കള്ളം പ്രസംഗിക്കപ്പെടുകയാണ് ചെയ്തത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാച് പ്രസംഗിച്ച ആദ്യത്തെ ആ പ്രീച്ചിങ് ആണ് കള്ളം, ആദ്യത്തെ കള്ളം, ബൈബിൾ പറയുന്ന ആദ്യത്തെ കള്ളം. അന്നേരം ആദ്യം ഒരു കള്ളം പ്രസംഗിക്കപ്പെട്ടു.
അപ്പോൾ അവരെന്ത് ചെയ്തു? അവര് ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന അവർ റിപ്പൻഡ് ചെയ്തു. റിപ്പൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരികെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ റിപ്പൻഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അത് എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അതിന്റെ അന്നേരം അവര് ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിൽ നിന്നും അവർ തിരിഞ്ഞു, അവർ ഡിസ്കണക്റ്റ് ആയി, അവർ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയി എന്ന് നമുക്ക് പറയാം. അവർ റിപ്പൻഡ് ചെയ്തു, കള്ളത്തിൽ വിശ്വസിച്ചു, അതോടുകൂടി പരിശുദ്ധാത്മാവ് അവരിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവൻ അവരിൽ നിന്ന് പോയി, അവർ ദൈവമായിട്ടുള്ള ഡിസ്കണക്ഷനിലേക്ക് വന്നു. ഇതാണ് ഉൽപ്പത്തിയിൽ നടന്നത്. അതിന് നേരെ റിവേഴ്സ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കേൾക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ പാപബോധമുണ്ടായിട്ട് ആ വ്യക്തി ആ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് തിരിഞ്ഞ് കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ, കർത്താവിൽ ഡിപ്പെൻഡഡ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തിയെ തിരിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്ന് അവൻ്റെ പുതിയ ഹൃദയം കൊടുക്കുകയും ദൈവമായിട്ടുള്ള കണക്ഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ അവൻ ദൈവവേദലായിത്തീരുന്നു. അങ്ങനെ ആ ദൈവവേദലായി തീരുന്ന ഒരു വ്യക്തി വിശ്വാസത്തിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരണവും നടക്കുന്നു. അത് ഞാൻ മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ വിശദീകരിക്കാം. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ കൂടി ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നു. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. ഫെബ്രുവരി പ്രാർത്ഥിക്കാമോ?